ഗ്രഹങ്ങൾ ഒരു നിശ്ചിത കാലയളവിൽ രാശി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ചില രാശിക്കാർക്ക് അത് കൂടുതൽ പോസിറ്റീവ് ഫലം കിട്ടും. 12 വർഷത്തിന് ശേഷം ഏറ്റവും വലിയ ശുഭഗ്രഹമായ വ്യാഴം ജൂൺ 2-ാം തീയതി മിഥുനൻ രാശിയിൽ നിന്ന് വ്യാഴത്തിന്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറും. ഒക്ടോബർ 31-ാം തീയതി വരെ പറഞ്ഞാൽ 5 മാസം വ്യാഴം കർക്കിടകൻ രാശിയിലാണ് ഉണ്ടാവുക. ഉച്ചരാശിയിൽ ഗ്രഹങ്ങൾ കൂടുതൽ ശക്തരാവും. അപ്പോൾ നല്ല ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും. കർക്കിടകൻ രാശിയുടെ രാശിയാധിപൻ ചന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ ചില ശുഭസ്ഥാനത്ത് വരുന്ന രാശിക്കാർക്കും ഭാഗ്യരാശിക്കാർക്കും കോടീശ്വര യോഗം, ഗജകേശ്വരി യോഗം പോലെയുള്ള രാജയോഗങ്ങൾ കിട്ടും. ഭാഗ്യവും സാമ്പത്തിക ലാഭവും വന്നു ചേരും. അവർക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ, അതുപോലെ പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടും. അതുപോലെ മുടങ്ങിയ കാര്യങ്ങൾ, അവരുടെ മുടങ്ങിയ ജോലിയൊക്കെ വേഗത്തിലാവും. തൊഴിൽപരമായിട്ട് ഉന്നതി ഉണ്ടാകും. ബിസിനസ്സിൽ, വ്യാപാരത്തിലൊക്കെ നല്ല അഭിവൃദ്ധി അവർക്കുണ്ടാകും. അതുപോലെ ചിലർക്ക് അത് വീട്, വസ്തു, വാഹന ലാഭം ഉണ്ടാകും. ലോട്ടറി ചിട്ടിയിൽ നിന്ന്, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റില്, ബിസിനസ്സിലൊക്കെ അവർക്കുണ്ടായ നഷ്ടമൊക്കെ മാറിക്കിട്ടും. വിവാഹ ഭാഗ്യം, സന്താന ഭാഗ്യം, അതുപോലെ സന്താന സുഖം വർദ്ധിക്കും. സർവൈശ്വര്യം വന്നു ചേരും. അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ വ്യാഴമാറ്റത്തിൽ കോടീശ്വര യോഗവും ഭാഗ്യവും കിട്ടുന്നതെന്ന് നോക്കാം. മിഥുനൻ രാശിക്കാരായ മകീരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർ, ഇവരുടെ ധനഭാവത്തിലേക്കാണ് വ്യാഴം സംക്രമിക്കുന്നത്. കർക്കിടകൻ രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർ ഇവരുടെ സ്വന്തം രാശിയിൽ പറഞ്ഞ കേന്ദ്രഭാവത്തിലേക്കാണ് വ്യാഴം സംക്രമിക്കുന്നത്. കന്നി രാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർ ഇവരുടെ ലാഭസ്ഥാനത്തേക്കാണ് വ്യാഴം സംക്രമിക്കുന്നത്. അതുപോലെ വൃശ്ചികൻ രാശിക്കാരായ വിശാഖ, മനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് വ്യാഴം സംക്രമിക്കുന്നത്. മകരൻ രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ട നക്ഷത്രക്കാരുടെ 7-ാം ഭാവത്തിലേക്ക് പറഞ്ഞ കേന്ദ്രഭാവത്തിലേക്കാണ് വ്യാഴം സംക്രമിക്കുന്നത്. മീനൻ രാശിക്കാരായ പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരുടെ 5-ാം ഭാവത്തിലേക്ക് പറഞ്ഞ പൂർവ്വ പുണ്യസ്ഥാനത്തേക്കാണ് വ്യാഴം സംക്രമിക്കുന്നത്. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.